സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ വേശ്യയുടെ ചാരിത്ര്യ പ്രസംഗം പോലെയാണ് നമ്മുടെ മോഡി ഇന്നലെ പ്രസംഗിച്ചിട്ട് പോയത്. മുസ്ലിം ലീഗിനേക്കാളും വലിയ വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ മാത്രമേ കിട്ടിയുള്ളൂ മോഡിക്ക് ആക്രമിക്കാൻ വേണ്ടി. അപ്പോൾ മോഡി ആരാണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയാണ്. അപ്പോൾ RSSും സംഘപരിവാറും ശക്തികളും എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളാണ്. അവരാണ് പറയുന്നത്. അതായത് വേശ്യ ചാരിത്ര്യ പ്രസംഗം നടത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വേശ്യ എങ്ങനെയാണ് ചാരിത്ര്യ പ്രസംഗം നടത്തുന്നത്? അവളുടെ ജോലി എന്താണ്? അപ്പൊ അവൾ ചാരിത്ര്യ പ്രസംഗം നടത്തി എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് മോഡി. മോഡി പറഞ്ഞത് കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാളും വലിയ വർഗീയ പാർട്ടിയാണ്. അപ്പോ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാം സ്റ്റേജിലുണ്ട്. അപ്പൊ അവിടെയാണ് പറയുന്നത് കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി കിട്ടിയത്. വേറൊന്നും പറയാനില്ല മോഡിക്ക്. എന്താണ് വികസനം? കേരളത്തിൽ എന്തൊക്കെയോ കൊടുക്കും, തിരുവനന്തപുരത്ത് എന്തൊക്കെയോ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരും. അപ്പൊ ലോകത്തൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ പിന്നെ BJP ഭരിക്കുകയല്ലേ, അവിടെയൊന്നും ഇല്ലാത്ത എന്ത് വികസനമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്? ഇവിടെയുള്ള ആളുകളെ ചാണകം തീട്ടിക്കാനാ? മൂത്രം കുടിപ്പിക്കാനാ? അല്ലാതെ വേറെന്താണ് വികസനം? കേരളത്തിൽ ആവശ്യമില്ലാത്ത വികസനമൊന്നും ആവശ്യമില്ല. ഇവിടെ ആവശ്യമുള്ള വികസനമുണ്ട്. മനുഷ്യം സമാധാനമായിട്ട് ഇവിടെ കഴിയണം. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ CPM ഇറങ്ങിയത്. പിന്നെ CPM-ന് പുതിയ ഒരു ഓഫറും കൂടെ കിട്ടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പറയുന്നത് CPI-യും CPM-ഉം NDA-യിലോട്ട് വരണം. പറയാനൊക്കില്ല, ചിലപ്പോൾ പോയെന്നിരിക്കും. നമ്മൾ കണ്ടതാണ് 2020 സാബു. അതായത് ക്രിസ്ത്യൻ വർഗത്തില്, ക്രിസ്ത്യൻ സമുദായത്തില് ക്രിസ്ത്യാനികളും ഉണ്ട്, അച്ചായന്മാരും ഉണ്ട്. അച്ചായന്മാർ എന്തും ചെയ്യും. അതിലൊരു അച്ചായനാണ് ഈ സാബു. അവൻ പറഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാനത് വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ ചിലര് പറയുന്നുണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്ന്. ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, ഇത് പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനി പാർട്ടിയല്ല, ഞങ്ങൾ മുസ്ലിം പാർട്ടിയല്ല, ഞങ്ങൾ ഹിന്ദു പാർട്ടിയല്ല, ഞങ്ങൾ മനുഷ്യരുടെ പാർട്ടിയാണ്. ഈ വികസനമാണ്, മറ്റതാണ്, മറിച്ചതാണ്, പാവപ്പെട്ടവന് വേണ്ടി എന്തൊക്കെയോ ചെയ്യും. എല്ലാം വെറുതെയാണ്, വെറുതെ പറയുന്ന. പാവപ്പെട്ടവന്റെ തോളിൽ കയറാനാണ് എല്ലാവർക്കും. അവസാനം ഇപ്പൊ പാവപ്പെട്ടവനെ കൊണ്ട് BJP പോയി. അപ്പൊ ഇതാണ് ഇവരുടെ ഈ ഐഡിയ എന്ന് പറയുന്നത്. എല്ലാം ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ എല്ലാം കള്ളന്മാരാണ്, കൂടുതലും കള്ളന്മാരാണ്, 95%. അപ്പോ അവന്റെ നിലനിൽപ്പാണ് അവന് പ്രശ്നം, അവന്റെ ലാഭമാണ് അവന്റെ പ്രശ്നം. വെറുതെയാണ് പാവപ്പെട്ടവന് വേണ്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, വെറുതെ പറഞ്ഞതില്ല ഇതെല്ലാം. അപ്പോ ആണത്തമില്ലാത്ത, തന്തയ്ക്ക് പിറക്കാത്ത കുറെ രാഷ്ട്രീയ നേതാക്കന്മാരിവിടെ ഉണ്ട്. അത് 2020 ആവട്ടെ, ഇനി വേറെ ഏതെങ്കിലും ആവട്ടെ, പറയാതിരിക്കാൻ നോക്കില്ല. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇവനെയൊക്കെ കാണുന്നില്ലേ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് ചെറ്റത്തരവും പറയും, എന്ത് ചെറ്റത്തരവും പ്രവർത്തിക്കും. അപ്പൊ കേരളീയരാണെന്നൊക്കെ ഇവനൊക്കെ പറഞ്ഞിട്ട് എന്ത് കാരണം? കേരളത്തിന് അതിൻ്റെതായ വിലയും നിലയും ഉണ്ട്. ഈ ചാണകത്തിനും പിന്നെ സംഘികൾ വന്നിട്ട് ഇവിടെ വന്നിട്ട്, വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാര് വന്നിട്ട് അവന്മാരെ താളത്തിനൊത്ത് തുള്ളാൻ ഈ കേരളക്കാർ ഒരുങ്ങിയാൽ എങ്ങനെയിരിക്കും? നമ്മുടെ അഭിമാനം എന്താണ്? നമ്മുടെ അന്തസ് എന്താണ്? നമ്മളല്ലേ ഇവനെയെല്ലാം ഭരിക്കേണ്ടത്? കേരളക്കാരാണ് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ എല്ലാം നമ്മൾ നിലയ്ക്ക് നിർത്തേണ്ടത്. നമ്മൾ പറയുന്നതിനനുസരിച്ചായിരിക്കണം ഇന്ത്യയിലെ ഭരണം നടത്തേണ്ടത്. അതിനുള്ള തൻ്റെ ഇടമുള്ള യുവജനങ്ങൾ ഇവിടെ വളർന്നു വരണം. കേരളത്തിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അവന്മാര് പറയുന്നത് കേട്ട്, വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാര് പറയുന്നത് കേട്ട്, വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത ചാണകം തിന്നികൾ പറയുന്ന അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ നടന്നാൽ നമ്മളുടെ സംസ്കാരം എന്താണ്? നമ്മളുടെ വിലയും നിലയും എന്താണ്? നമുക്ക് ലോകത്തിൽ എവിടെ പോയാലും മലയാളി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു വിലയും നിലയുണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ വേണ്ടിയാണ് ഇവനൊക്കെ ശ്രമിക്കുന്നത്. എന്തായാലും ശരി, സ്ത്രീത്വത്തെ കൂടെ അവമാനിച്ചിട്ടാണ് മോഡി പോയത്. കാരണം നമ്മൾ കണ്ടതാണ്, ഈ ശ്രീലേഖ IPS മുന്നിൽ നിർത്തി
തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ നടന്നത്. അവരെ മേയറാക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്താണ് ഇലക്ഷൻ. ആ പാവപ്പെട്ട സ്ത്രീ നിൽക്കുന്ന ആ സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമമുണ്ടായി. കാര്യം സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം. അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണ്, മകളാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അപമാനിച്ചിട്ടാണ് മോഡി പോയത്. ഒരു കൈ കൊടുക്കാനോ എന്തിനെങ്കിലും ഒരു ഷേക്കാനോ എടുത്ത ഒരു മന്ദസ്മിതം തൂകാനോ പോലും അയാൾ തയ്യാറായില്ല. അത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ്. അതുപോലെ തന്നെ സ്റ്റേജിൽ ചിരിച്ചും കൊണ്ട് നിൽക്കുകയായിരുന്നു സുരേന്ദ്രൻ. കഴിഞ്ഞ എത്രയോ വർഷമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഷേക്കാൻഡ് കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ അപമാനിക്കും, പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കും, കറിവേപ്പില പോലെ എടുത്തു കളയും. ഇതാണ് BJP എന്ന് പറയുന്നത്. എന്ത് മനുഷ്യത്വം അവർക്ക്. അതുപോലെ തന്നെ ഷോൺ ജോർജിനും കൈ കൊടുത്തില്ല. അതേ അടുത്ത് നിന്ന് വേറൊരു എന്തോ അനിൽ ആന്റണി എന്തെന്നാ ഒരു പേരുള്ള ഒരുത്തോണ്ട് അവര് കൈ കൊടുത്തിട്ട് പോയി, ചിരിച്ചിട്ട് പോയി. ഷോൺ ജോർജിന് കൊടുത്തില്ല. അപ്പോ ഈ നമ്മളെ പെരിച്ചാടി ഇയാളെ ഞാൻ കണ്ടില്ല. വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും സ്റ്റേജിൽ ഉള്ളതായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ നമ്മുടെ പരമചറ്റ ഈ PC ജോർജും പരമചറ്റ ജോർജും അവിടെ ഇല്ലായിരുന്നു. നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ആരുടെ ഭാഷയിലാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കളിയാക്കിയിട്ടാണ് മോഡി പോയത്. മോഡിക്ക് താല്പര്യമുള്ളവർ എന്താണ് താല്പര്യം? ഇവിടെ വർഗീയമായ ലെവലിൽ മനുഷ്യരെ വേർതിരിക്കുക. അല്ലാതെ എന്താണ് ഇവിടെ ഇന്ത്യയിൽ എന്താണ് ചെയ്തത്? പാവപ്പെട്ട ഹിന്ദുവിനോ പാവപ്പെട്ട മുസ്ലിമിനോ പാവപ്പെട്ട ക്രിസ്ത്യാനിക്കോ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തു. അതെല്ലാം ഒരു പട്ടേലിന്റെ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചപ്പോൾ അത് തീർന്നു. ഇനിയിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഉണ്ടാക്കാൻ പോണെന്ന് പറയുന്നത് ബീഹാറിലെ കണ്ട. ഇത് കൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുവിന് ആഹാരം നടക്കും, അവന്റെ വസ്ത്രം നടക്കും, അവന്റെ വിദ്യാഭ്യാസം നടക്കും. അപ്പൊ ഇതൊന്നും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം അവിടെ ഉണ്ടാക്കാൻ പോകണം. ഇലക്ഷൻ സമയത്ത് പറഞ്ഞ്, ബീഹാറിലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ഒരു സീതാദേവിയുടെ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കും. അതായത് 3000 കോടിക്ക് പട്ടേൽ പ്രതിമ ഉണ്ടാക്കി, ഇനി സീതാദേവിക്ക് ഒരു 4000 കോടിയുടെ പ്രതിമ ഉണ്ടാക്കുക. ശിവലിംഗത്തിന് വേണ്ടി ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 5000 കോടി ചെലവാക്കുക. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ഈ സംഘപരിവാറുകാർ നമ്മുടെ ഈ രാജ്യം ഭരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചല്ലോ. നമ്മളെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ വേണ്ടി? ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഉണ്ടാക്കാൻ പോണു ചൈനയില്. ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികൾ ഉണ്ടാക്കുന്നു. ആധുനിക ടെക്നോളജികളെല്ലാം വികസിപ്പിച്ചെടുത്ത് അവർ ഏതെല്ലാം തരത്തിൽ, നിങ്ങൾ ചൈനയിലെ ഓരോ സിറ്റികളും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗമുണ്ടോ, അല്ലെങ്കിൽ ശ്രീരാമന്റെ ജനിച്ചത് അവിടെ ജനിച്ച സ്ഥലത്ത് എന്തെങ്കിലും പഴന്തുണി വല്ലതും ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി നടക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ച് പൊളിക്കാൻ അതിന്റെ അടിയിൽ വേറെന്തോ ഉണ്ട്. പണ്ട് സീതാദേവി അതുവഴിയാണ് പോയത് എന്ന് പറഞ്ഞ് ചർച്ച് പൊളിക്കാനും മുസ്ലിം പള്ളി പൊളിക്കാനും. അത് മാത്രമല്ല, ഹിന്ദു ക്ഷേത്രങ്ങൾ ഒരുപാട് പൊളിക്കുന്നുണ്ട്. കാശിയിലൊക്കെ ആവശ്യം പോലെ പൊളിച്ചെന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ എന്ത് ചെറ്റത്തറിയും ഇവർ കാണാം. അവരവരുടെ കസേര ഉറപ്പിക്കുക, മനുഷ്യരെ വിഡ്ഢികളാക്കാൻ ഈ മനുഷ്യന്മാർ നിന്ന് കൊടുക്കുന്നു. കേരളത്തിനെ എന്ത് സ്വർഗമാക്കാൻ ഇനി BJP വിചാരിച്ചാൽ ഇത് നശിപ്പിക്കേ ഉള്ളൂ. നാട്ടിൽ കലാപം ഉണ്ടാക്കി, ആളുകൾ തമ്മിൽ അടിയും ബഹളം ഉണ്ടാക്കി, കത്തിക്കുത്ത് നടത്തി, ബോംബ് സ്ഫോടനം നടത്തി, ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് അവർ ഈ കുഴപ്പമുണ്ടാക്കി നമ്മുടെ പാർട്ടിയെ വളർത്തുക, മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക. അല്ലാതെ എന്ത് നേട്ടമാണ് ഈ കേരളത്തിന് വേണ്ടി അവരുണ്ടാക്കുന്നത്? ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ ഇവിടെയുള്ള എല്ലാ ജാതി മത ഭിന്നതകൾക്ക് അതീതമായി എല്ലാവരും ഇറങ്ങി പുറപ്പെട്ട് ആളുകളെ രക്ഷപ്പെടുത്തി സഹായിച്ചെല്ലാം ചെയ്തു. മോഡി ഹെലികോപ്റ്റർ വിട്ട് മറ്റത് വിട്ട് മറിച്ച് അവസാനം കണക്കെഴുതി കൈ കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ, പുറം രാജ്യങ്ങളിൽ ആവശ്യത്തിന് കോടിക്കണക്കിന് അവർ കൊടുക്കും, കേരളത്തിന് കൊടുക്കൂല. അപ്പൊ ഇത്ര വൃത്തികെട്ട സമ്പ്രദായമാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് എടുക്കുന്ന നിലപാട്. എന്തായാലും ശരി, ഒരുപാട് മനുഷ്യച്ചങ്ങലകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UPA കാലത്തും കേരളം UDF ഭരിച്ച കാലത്തും ഒക്കെ നടത്തിയിരുന്നു. മോഡിക്കെതിരെ ഇന്ന് വരെ ഒരു മനുഷ്യച്ചങ്ങല നടത്താൻ